തോ ബശ്ലോം ലഹെർഗോ ദുമോ വർബുവോ ദുലേശോനോ സുറിയോയോ. സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ 104-ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈസ്റ്റ് സിറിയക്കിൻ്റെ പൗരസ്ത്യ സുറിയാനിയുടെ ഉച്ചാരണ നിയമങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയായി ഇന്ന് വാവ്, യോദ് എന്നീ 2 അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട ഉച്ചാരണ നിയമങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കാണുന്നത്. ആദ്യം വാവ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട 4 ഉച്ചാരണ നിയമങ്ങളാണ്. ഒന്നാമത്തേത്, ആ എന്ന ഹ്രസ്വസ്വരത്തിന് ശേഷം വാവ് വരുമ്പോൾ ഔ എന്ന് ഉച്ചരിക്കുന്നു. ഉദാഹരണങ്ങൾ കാണാം. ശവ് യൂസ, ശവ് യൂസ. ആ കഴിഞ്ഞു വാവ് വരുമ്പോൾ ഔ, ശവ്, ശവ് യൂസ. ഹവ് യ, ഹവ് യ. ആ രണ്ടാമത്തെ നിയമം, ആ എന്ന ദീർഘസ്വരത്തിന് ശേഷം വാവ് വരുമ്പോൾ ഔ എന്ന് ഉച്ചരിക്കുന്നു. സൗമ. വേറൊരു ഉദാഹരണം, മൗത. ആ എന്ന ദീർഘസ്വരത്തിന് ശേഷം വാവ് വരുമ്പോൾ ഔ, മൗത. സൗ ആ. മൂന്നാമത്തെ നിയമം, ഒരു പദത്തിൻ്റെ അവസാനത്തെ അക്ഷരം, അന്ത്യാക്ഷരം വാവ് വരികയും ആ വാവിനും അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിനും സ്വരമില്ലാതിരിക്കുകയും ചെയ്താൽ ആ വാവ് ഉച്ചരിക്കുന്നില്ല. ഉദാഹരണം കാണുക. ഇവിടുത്തെ ഈ പദത്തിലെ അവസാനത്തെ അക്ഷരം വാവാണ്. വാവിന് സ്വരമില്ല. അതിൻ്റെ തൊട്ടു മുമ്പിലെ അക്ഷരമായ ലാമതിനും സ്വരമില്ല. അപ്പോൾ അന്ത്യാക്ഷരം വാവ് വരികയും വാവിനും അതിൻ്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിനും സ്വരമില്ലെങ്കിൽ വാവ് ഉച്ചരിക്കുന്നില്ല. ഖ്തൽ, വാവ് ഉച്ചരിക്കുന്നില്ല. സ്ലേക്ക്. ഇവിടെയും ഈ പദത്തിൻ്റെ അന്ത്യാക്ഷരം വാവാണ്. വാവിന് സ്വരമില്ല. തൊട്ടു മുമ്പിലെ അക്ഷരത്തിന് സ്വരമില്ല. വാവ് ഉച്ചരിക്കുന്നില്ല. സ്ലേക്ക്. ഒരു ഉദാഹരണം കൂടി കാണാം. നിപ്പൽ. ഈ പദത്തിൻ്റെ അന്ത്യാക്ഷരം വാവ്, അതിന് സ്വരമില്ല. അതിൻ്റെ തൊട്ടു മുമ്പിലെ അക്ഷരത്തിനും സ്വരമില്ല. അപ്പോൾ അത് വാവ് ഉച്ചരിക്കുന്നില്ല. നിപ്പൽ. നാലാമത്തെ നിയമം, കൺജങ്ഷനായി, അതായത് 2 പദങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ആൻഡ്, എന്ന അർത്ഥത്തിൽ കൺജങ്ഷനായിട്ട് വാവ് ഉപയോഗിക്കും. അപ്പോൾ അത് വാവ് ഉ എന്നാണ് ഉച്ചരിക്കേണ്ടത്. താവ ഉ ബീശ. 2 താവ എന്ന പദവും ബീശ എന്ന പദവും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് വാവ് എന്ന വാക്ക് ഉപയോഗിച്ചാണ്. അപ്പോൾ അത് ഉ എന്ന് ഉച്ചരിക്കുന്നു. രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ മുമ്പിലായിട്ടാണ് വാവ് ചേർക്കേണ്ടത്. താവ ഉ ബീശ. ദാദാ ഉ ദെമ്പ. രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ മുമ്പിൽ വാവ് ചേർക്കുന്നു. വാവ് ഉ എന്ന് ഉച്ചരിക്കുന്നു. ദാദാ ഉ ദെമ്പ. ഇനിയും യോദ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട 6 ഉച്ചാരണ നിയമങ്ങൾ കാണാം. ആ എന്ന ഹ്രസ്വസ്വരത്തിന് ശേഷം യോദ് വരുമ്പോൾ ഐ എന്ന് ഉച്ചരിക്കുന്നു. ഐദ. ഉദാഹരണം കാണാം. ഐദ. ബൈത്ത. ആക്ക് ശേഷം യോദ് വരുമ്പോൾ ഐ. ലൈത്ത്. രണ്ടാമത്തെ നിയമം, ആ എന്ന ദീർഘസ്വരത്തിന് ശേഷം യോദ് വരുമ്പോൾ ആയി എന്ന് ഉച്ചരിക്കുന്നു.
ആ എന്ന ഹ്രസ്വസ്വരത്തിന് ശേഷം ഐ, ആ എന്ന ദീർഘസ്വരത്തിന് ശേഷം ആയി. ബായിഷ, കത് മായിത്ത, കത് മായിത്ത. ശ്യാം റായിത്ത, ശ്യാം റായിത്ത. മൂന്നാമത്തെ നിയമം, എ എന്ന ദീർഘസ്വരത്തിന് ശേഷം വരുന്ന യോദ് ഉച്ചരിക്കുന്നില്ല. ഹാക്കേൽ, എ എന്ന സ്വരത്തിന് ശേഷം വരുന്ന യോദ് ഉച്ചരിക്കുന്നില്ല. ദേൻ, ഗേർ. നാലാമത്തെ നിയമം, ഒരു പദത്തിൻ്റെ അന്ത്യാക്ഷരം യോദ് വരികയും ആ യോദിനും അതിൻ്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിനും സ്വരമില്ലെങ്കിൽ യോദ് ഉച്ചരിക്കുന്നില്ല. വാവും ഇതുപോലെ തന്നെ ആയിരുന്നു. ഖിത്തൽ, ഈ പദത്തിൻ്റെ അന്ത്യാക്ഷരം യോദ്, യോദിന് സ്വരമില്ല. തൊട്ടു മുമ്പിലെ അക്ഷരമായ ലാമതിനും സ്വരമില്ല. അപ്പോൾ ആ യോദ് ഉച്ചരിക്കുന്നില്ല. ഖിത്തൽ. സ്ലേക്ക്, ഇവിടെയും അന്ത്യാക്ഷരമായ യോദിന് സ്വരമില്ല. തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് സ്വരമില്ല. യോദ് ഉച്ചരിക്കുന്നില്ല. നിപ്പൽ, അന്ത്യാക്ഷരം യോദ്, തൊട്ടു മുമ്പിലെ അക്ഷരമായ ലാമതിനും സ്വരമില്ല. അപ്പോൾ യോദ് ഉച്ചരിക്കുന്നില്ല. നിപ്പൽ. അഞ്ചാമത്തെ നിയമം, ഈ എന്ന സ്വരത്തിൽ യോദ് ഉള്ളതിനാൽ ഈ എന്നാരംഭിക്കുന്ന പദങ്ങൾക്ക് യോദ് ആവശ്യമില്ല. ഈശോ, ഇവിടെ യോദ് എന്ന അക്ഷരത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. അതിന് ഈ എന്ന സ്വരമുള്ളത് കൊണ്ട് യോദ് എഴുതുന്നില്ല. ഈശോ. ഇസ്രായേൽ. ഇനിയും ഈശോ, ഇസ്രായേൽ എന്നിങ്ങനെയുള്ള ചില പദങ്ങൾ എഴുതുമ്പോൾ യോദിന് മുകളിൽ ആലപ്പ് ചേർത്തും എഴുതുന്ന പതിവുണ്ട്. ആലപ്പ് ചേർക്കാതെയും ചേർത്തും എഴുതാം. ശ്രദ്ധിക്കുക. ഇസ്രായേൽ ആദ്യം എഴുതിയെടുത്ത് യോദിൻ്റെ മുകളിൽ ആലപ്പുണ്ട്. താഴെ എഴുതിയിരിക്കുമ്പോൾ യോദിൻ്റെ മുകളിൽ ആലപ്പ് ഇല്ല. ഈശോ, ഇവിടെയും യോദിൻ്റെ മുകളിൽ ആലപ്പുള്ളതും ഇല്ലാത്തതുമായ രൂപങ്ങൾ കാണാം. ഇന്നത്തെ കണ്ടത് വാവ് എന്ന അക്ഷരവുമായ ബന്ധപ്പെട്ട 4 ഉച്ചാരണ നിയമങ്ങളാണ്. ആ എന്ന ഹ്രസ്വസ്വരത്തിന് ശേഷം വാവ് വരുമ്പോൾ ഔ എന്നുച്ചരിക്കുന്നു. ആ എന്ന ദീർഘസ്വരത്തിന് ശേഷം വാവ് വരുമ്പോൾ ഔ എന്നുച്ചരിക്കുന്നു. അന്ത്യാക്ഷരം വാവ് വരികയും ആ വാവിനും തൊട്ടുമുമ്പുള്ള അക്ഷരത്തിനും സ്വരമില്ലെങ്കിൽ വാവ് ഉച്ചരിക്കുന്നില്ല. സമുച്ചയമായി വാവ് ഉപയോഗിക്കുമ്പോൾ ഉ എന്ന് ഉച്ചരിക്കുന്നു. യോദുമായി ബന്ധപ്പെട്ട 6 ഉച്ചാരണ നിയമങ്ങൾ. ആ എന്ന ഹ്രസ്വസ്വരത്തിന് ശേഷം യോദ് വരുമ്പോൾ ഐ എന്നുച്ചരിക്കുന്നു. ആ എന്ന ദീർഘസ്വരത്തിന് ശേഷം യോദ് വരുമ്പോൾ ആയി എന്നുച്ചരിക്കുന്നു. എ എന്ന ദീർഘസ്വരത്തിന് ശേഷം വരുന്ന യോദ് ഉച്ചരിക്കുന്നില്ല. അന്ത്യാക്ഷരം യോദ് വരികയും ആ യോദിനും തൊട്ടുമുമ്പുള്ള അക്ഷരത്തിനും സ്വരമില്ലെങ്കിൽ യോദ് ഉച്ചരിക്കുന്നില്ല. ഈ എന്ന സ്വരത്തിൽ യോദ് ഉള്ളതിനാൽ ഈ എന്ന പദങ്ങൾക്ക് യോദ് ആവശ്യമില്ല. ഈശോ, ഇസ്രായേൽ എന്നിങ്ങനെയുള്ള ചില പദങ്ങൾ എഴുതുമ്പോൾ യോദിന് മുകളിൽ ആലപ്പ് ചേർത്തും എഴുതാവുന്നതാണ്. എല്ലാവർക്കും വളരെയധികം നന്ദി. തൗദി സാഗി.